വെയിറ്റ് അതിന്റെ ഇടയിലോട്ട് പോട്ടെ. അതിന്റെ ഇടയിൽ എന്തോ ഉണ്ട്. കൊത്തി താഴെ ഒടിച്ച് വീഴും. ഹലോ ഗായ്സ്, എല്ലാവർക്കും റെഹൻസ വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈവനിങ് വ്ലോഗാണ്. അപ്പോൾ നമുക്ക് നേരെ വ്ലോഗിലേക്ക് കിടക്കാം. ഗായ്സ്, ഇപ്പോൾ പാടത്ത് കൊയ്ത്ത് തുടങ്ങിയിട്ടുണ്ട്. കൊയ്ത്ത് കഴിഞ്ഞ സമയത്തായിരുന്നു പാടത്ത് പോയി വീഡിയോനായിട്ടിട്ടുള്ളത്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, എല്ലാവരും പോയി കാണുക. ഗായ്സ്, അപ്പം ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴിക്കുഞ്ഞിനെ കാണിച്ചു തരാം. ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയാണ്. മേളിലാണ് അതിനെ വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കോഴിക്കുഞ്ഞ്. നമുക്ക് ഇതിന് തീറ്റ വെച്ച് കൊടുക്കുക. തീറ്റ ഒന്നും ഇല്ലാതിരിക്കുവാണ്. ഇത് നല്ല വിശപ്പിലായിരുന്നു തോന്നുന്നു. നമ്മൾ ഫുഡിട്ട് കൊടുത്തപ്പോൾ എല്ലാം തിന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാവരും ഇപ്പോൾ ഫുഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കോഴിയുടെ ഫുഡ് എന്ന് പറയുന്നത്. 1 കിലോ 40 രൂപയാണ് ഈ ഫുഡിന്. സ്നൈപ്പ് മേളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ മേട് ഇങ്ങനെയാണ്. മേട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ അടിയാണ് ഞങ്ങളുടെ റൂമെന്ന് പറയുന്നത്. ഇവിടെയാണ് ഞങ്ങളുടെ റൂം. പിന്നെ ഇവിടെയാണ് AC സാധനങ്ങളൊക്കെ വരുന്നത്. ഇതാണ് ഞങ്ങളുടെ റൂം. പിന്നെ ഇവിടെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാറുള്ളൂ. ഇപ്പോൾ പണിയൊന്നും കഴിയാത്തതുകൊണ്ട് വരാറില്ല. ഇതാണ് ടാങ്ക് വഴിയാണ് ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നത്. താഴെ ഒരു ടാങ്ക് ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല. താഴെ ആ തെങ്ങിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു ടാങ്ക് ഇരിപ്പുണ്ട്. ഈ താഴത്തെ ടാങ്കിൽ നിന്നാണ് ഇങ്ങോട്ട് വെള്ളം വരുന്നത്. ഇതിൽ നിന്നാണ് പൈപ്പിലേക്ക് വരുന്നത്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ എന്ത് വൈബാണെന്ന്. നല്ല വൈബുണ്ട്. പക്ഷേ ഇപ്പം കൊയ്ത്തും കൂടെ കഴിഞ്ഞുകൊണ്ട് കോഴിപ്പിന്നെല്ലാം ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പോൾ അപ്പോൾ അവരവിടെ ഇരുന്ന് ഫുഡ് കഴിക്കട്ടെ. അപ്പം നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം. ജിലേബിയാണ് കഴിക്കുന്നത്. ചോറ് കഴിക്കുന്നുണ്ട്. കറി എന്തൊക്കെയാ സാധനം? അച്ചാറ്, പിന്നെ മുളക്. നിങ്ങളുണ്ട്, സൂപ്പറാണോ? ഇതാണ് അമീറ അൻസിലിൻ്റെ സൈക്കിളാണ് നിങ്ങൾ കാണുന്ന. അല്ലേ, ഇത് നിൻ്റെ സൈക്കിളല്ലേ? ഈ കോഴികളൊക്കെ ഞങ്ങളതാണ്. ഇവരുടെ കോഴിയുണ്ട്. ഇതാണ് ഞങ്ങളുടെ കോഴിക്കൂട് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് കോഴീനൊക്കെ നമ്മൾ രാത്രി ആകുമ്പോൾ ഇടാറ്. വലിയ കോഴീനെയൊക്കെ ഇടത്തുള്ളൂ. ഞാൻ ആദ്യമേ കാണിച്ച കുഞ്ഞു കോഴീനൊന്നും ഇടാറില്ല. അതെ, ഇപ്പോൾ കാണിച്ച ആ കോഴീനെയൊക്കെയാണ് ഇടുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു വീടാണ്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു. പണി ഏകദേശം തീരാറായി. എന്തുവാടി? ഇതാണ് എന്തുവാ ഓർബീസ്? എന്തുവാ കളിച്ചത് വലുതാകും വെള്ളത്തിടുമ്പോഴാ കാണിച്ച്? ഓ ഗൈസ്, ഇത് എവിടെ നിന്ന് മേടിച്ച? ഷാജിക്കാൻ്റെ എത്ര രൂപ? 20 രൂപ. 20 രൂപയുള്ളൂ? എത്ര ഉണ്ടായിരുന്നു? 20 രൂപ. ഗൈസ്, ഇത് കൊള്ളാം കേട്ടോ. 20 രൂപ കൊള്ളാം. ഇതാണ് അമീറയുടെ കോഴി. ഭയങ്കര കൊത്താണ് ഗൈസ്. ഇത് അടുത്തോടൊന്നും ചെന്നതിനെ കൊത്തി പറിക്കും ഗൈസ്. ഇതാണ് ഇവരുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. എത്ര എണ്ണം ഉണ്ട്? 10 കുഞ്ഞുങ്ങൾ. ഇവിടെ ഒരു പൂച്ചയല്ലേ ആയിരിക്കുന്നത്. നോക്കാതെന്തിരിക്കുന്നു.
ഗൈസ് അവിടെ എന്തോ തിന്നോണ്ടിരിക്കുന്നു ഗൈസ്. കോഴിനെല്ലാം പിടിച്ച പൂച്ച കോഴിനെ പിടിച്ച് വെയിറ്റ് അതിന്റെ ഇടയിലോട്ട് പോട്ടെ. അതിന്റെ ഇടയിൽ എന്തോ ഉണ്ട്. കൊത്തി നിങ്ങൾ നീല ഷീറ്റ് കാണുന്നുണ്ടോ? ഇത് ഞങ്ങളുടെ ആടും കൂടായിരുന്നു. ഇപ്പോൾ പൊളിഞ്ഞെല്ലാം വീണ് ഗൈസ്. ഞങ്ങൾക്ക് മുമ്പ് കുറേ ആടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും ഇല്ലല്ലോ അമീറ? ഞങ്ങൾക്ക് മുമ്പ് കുറേ ആടില്ലായിരുന്നു. 2 വയസ്സ് അതിൽ കൂടുതലുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല ഗൈസ്. ഇപ്പൊ ഞങ്ങൾക്ക് കോഴി മാത്രമേ ഉള്ളൂ. കോഴിയും ഉണ്ട്, ലവ് ബേർഡ്സും ഉണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. പാടത്തും ഉണ്ടേ. പാടത്തെപ്പോഴാണ് പോകുന്നത്? നമ്മളന്നും ഇല്ലേ? അതുപോലെ പോകണ്ടേ? കൊയ്ത്തെല്ലാം കഴിഞ്ഞല്ലോ. ഫുള്ളും കാടാ. അവിടെ തെളിയല്ലേ? ചെളിയും കാടും വെള്ളവും ഇല്ല. നീ എത്ര പ്രാവശ്യം പാടത്ത് പോയിട്ടുണ്ട്? 2. അതെന്താ 2 പ്രാവശ്യം പോയിട്ടുള്ള? അയ്യേ, ഞാൻ കുറെ പ്രാവശ്യം പോയിട്ടുണ്ടല്ലോ. അത് റൈഹാന്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി. ടക്കിയാണിത്. താക്കോല ടക്കി രാറ്റ് പോകണോ? വണ്ടി പോകണോ? രാറ്റ് വന്ന് ഇപ്പൊ തോട്ടിന്ന് വെള്ളം കയറിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പൊ വെള്ളം ഇച്ചിരി കൂടി നമുക്ക് പോകാം. ഇവിടെ ചെറിയ കുഴിയൊക്കെ ഉണ്ടാക്കി കുഴി നമ്മൾ കാണുന്ന നമ്മുടെ കാലൊക്കെ നമ്മുടെ കോഴി മുട്ടയിടുന്ന സ്ഥിരം സ്ഥലത്തേക്ക് നമുക്ക് പോയി നോക്കാം. അവിടെ മുട്ട ഉണ്ടോ ഇല്ലയോ ഒന്ന്. ഇതാണ് ആ സ്ഥലം എന്ന് പറയുന്നത്. ഗൈസ്, നിങ്ങൾക്ക് മുട്ട കാണാമോ? കാണാമെങ്കിൽ കാണാമെന്ന് പറയൂ ഗൈസ്. നിങ്ങൾ ആ മുട്ട കാണുന്നുണ്ടോ? അതാ ഗൈസ്, ഞാൻ ആ മുട്ട കണ്ടു. ഇനി നമുക്ക് ആ മുട്ട എടുക്കാം. ആ മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇറങ്ങാം ഗൈസ്. അമീറ സൈക്കിളിൽ ചെയിൻ ഇവിടെ കക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം അമീറക്ക് സൈക്കിൾ ഓട്ടാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ചെയിനൊന്ന് നമുക്ക് റെഡിയാക്കി കൊടുക്കാം. ഇത് എത്ര നാളായി കക്കിയിട്ട്? കുറേ നാളായല്ലോ. മഴവെള്ളമൊക്കെ വീണൊക്കെ തിരുമ്പടിച്ചിരിക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പോകുവാന്നറിയത്തില്ല. വാടിയാ മേറ. അപ്പോൾ അമീറക്ക് സൈക്കിൾ ചവിട്ടാൻ കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ പോവാണ്. ഇവരിപ്പം മരത്തിന് മേളിൽ കയറി ഇരിക്കുകയാണ്. ഇതെന്തുവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരമരമായിരുന്നു, ഉണങ്ങി ഇല്ലാതായി. ഇത് വീഴാറായിട്ട് നിൽക്കുവാണ്. ഇത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെളിയിലാണ് നിൽക്കുന്നത്. ഇവരിതാ സായൻ ഇതിൻ്റെ മേളിൽ വഴി കയറും ഗൈസ്. പക്ഷേ അതത്ര സേഫ് അല്ല. സായൻ ഇവിടം വരെ ഇപ്പോൾ കയറാറുള്ളൂ. മുമ്പ് ഞങ്ങൾ ഈ മരത്തിൽ ചവിട്ടിയായിരുന്ന ഗൈസ് ആ വീടിൻ്റെ മേളിലോട്ട് കയറിക്കൊണ്ടിരുന്ന. അതിന് മേളിലായിട്ടൊരു മാവ് ഉണ്ടായിരുന്നു. മേളിലല്ലതാ നിങ്ങളിത് കാണുന്നുണ്ട് ഗൈസ്. ഇതാ ഈ തടിയില്ലേ, ഇത് ഈ വീടിൻ്റെ മേളിലോട്ട് കിടക്കുമായിരുന്നു. അതൊരു മാവായിട്ട് കിടക്കുമായിരുന്നു. ആ മാവിൽ മാങ്ങ പറിക്കാൻ കയറുന്നത് ആ വഴിയാണ് ഗൈസ്. ഈ പേരക്കൊമ്പ്.
ഇപ്പം ഈ പേരെല്ലാം ആകെ വറ്റി വരണ്ടില്ലാതായി, ചുള്ളിക്കമ്പിന് മാത്രമായിപ്പോ. ഞങ്ങളെപ്പോഴും പേരക്കൊമ്പി കയറാറുണ്ട്. ഞങ്ങളെപ്പോഴും വൈകിട്ട് ഇവിടെ നിന്നാണ് ചില്ല് ചെയ്യാറുള്ളത്. കേസ് അപ്പം നമുക്കിനി മരത്തിന് മേളിൽ നിന്നുള്ള വ്യൂ എന്താണെന്ന് നോക്കാം. മേളിലോട്ട് കയറി പോവുകയാണ്. നമ്മൾ ഇച്ചിരി മേളിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ. നീ മരത്തിലൊന്ന് സേഫായിട്ടൊന്ന് ഇരുന്നോട്ടെ. കുലുങ്ങുന്നു. പാരും കയറില്ല കുലുങ്ങുന്നു. ഇതാണ് ഇതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. കുലുങ്ങുന്നേ. ഇവിടെ നിന്ന് ആ പച്ചയുടെ ഇടയിൽ ആ കോഴിയൊക്കെ നിൽക്കുന്നതാണ്. എന്തോ ഭംഗിയെന്ന് ഗൈസ്. ഓ ഗൈസ്, ഇതാണ് ഗൈസ്. ഇവിടെ നിന്ന് നോക്കാൻ നേരം കാണാവുന്ന വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ ഓളം സെറ്റ് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.